നമസ്കാരം, ഇത് IBN മലയാളം. പത്തനംതിട്ടയിലെ 16 വയസ്സുള്ള കായിക താരമായ ഒരു ദളിത് യുവതിയെ 62 പേർ സെക്ഷലി അബ്യൂസ് ചെയ്തെന്നുള്ള വാർത്ത വരുന്നു. ഇനി നമുക്ക് വിദഗ്ധരായ പ്രബുദ്ധ മലയാളികളുടെ കമന്റ് സെക്ഷനിലേക്ക് പോകാം. 62 ആയപ്പോഴാണോ പീഡനമാണെന്ന് മനസ്സിലായത്? ഇത്രയും നാൾ അവൾ ഉറങ്ങിപ്പോയോ? പിതാവ് മകളെ വെച്ച് മാമാപ്പണി നടത്തി കാണും. അവൾ മാനം വിറ്റ് തിന്നു. ഇങ്ങനെ നീളും വിദ്യാസമ്പന്നരായ പ്രബുദ്ധ മലയാളികളുടെ കമന്റുകൾ. ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ളത് മാറ്റി വിക്ടിം ബ്ലെയിമിംഗ് നടത്തുന്നവരുടെ നാട് എന്നാക്കുന്നതാണ് ഇനി ഏറ്റവും ഉചിതം. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി സാക്ഷര കേരളത്തിന്റെ ഭൂരിഭാഗം ജനങ്ങളിൽ നിന്ന് ഇത് തന്നെയാണ് കണ്ടുവരുന്നത്. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ ഒരാൾ ശരീരത്തെ സ്പർശിക്കുന്നതിനെയും സെക്ഷൽ അബ്യൂസ് എന്ന് തന്നെയാണ് പറയുന്നതെന്ന് നാളിതുവരെയായിട്ടും പ്രബുദ്ധ മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്ന അമ്മയോടും പെങ്ങളോടും ഒന്ന് ചോദിച്ചു നോക്കണം, മോശാനുഭവം ഉണ്ടായിട്ടില്ലേ എന്ന്. അന്ന് പേടിച്ച് പുറത്തു പറയാത്ത അവർ ഇന്ന് അതിന് തയ്യാറായി മുന്നോട്ട് വന്നാൽ മക്കളായ നിങ്ങൾ ചോദിക്കുമോ, അപ്പോൾ നിന്ന് കൊടുത്തിട്ട് ഇപ്പോഴാണോ വന്നു പറയുന്നതെന്ന്? ഇവിടെയുള്ള ഒട്ടുമിക്ക പെൺകുട്ടികളും കുട്ടിക്കാലത്ത് സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ടുണ്ട്. ചിലർക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും പുറത്തു പറയാത്തത് ഇതുപോലുള്ള വിർച്വൽ റേപ്പിസ്റ്റുകളെ പേടിച്ചിട്ടാണ്. പക്ഷേ ധൈര്യത്തോടെ ദളിത് യുവതിയായ ഒരു കായിക താരം അവരെ അബ്യൂസ് ചെയ്തവരെ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളിൽ ചിലർ അവരെ പ്രോസ്റ്റിറ്റ്യൂട്ടാക്കി, വാക്കുകൾ കൊണ്ട് വേട്ടയാടി. അങ്ങനെയെങ്കിൽ ബസ്സിലും ട്രെയിനിലും നേരിട്ട ഒരുപാട് ദുരനുഭവങ്ങൾ ഇന്നും പേടിച്ച് പുറത്തു പറയാത്ത സ്ത്രീകളെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ഭാര്യയോ മകളോ ആ കൂട്ടത്തിലില്ലെന്ന് ഉറപ്പു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ന്യൂസ് ഡെസ്ക് IBN മലയാളം.